അല്ല, ഇവിടെയൊക്കെ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാരണം വെച്ചാൽ ഞാൻ ഈ കേസുമായിട്ട് ഇപ്പം ഇതിൽ പറഞ്ഞു വെക്കുന്ന പിറവം സ്വദേശിയുടെ അതൊരു സിനിമാറ്റിക് ആണ്. വിഷയത്തിലെ ഒരു മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടി വിയിൽ ഉണ്ടായിരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയി ഡെസ്കിലിരുന്നും കൈകാര്യം ചെയ്തൊരു വിഷയമാണ്. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അഭിലാഷിന്റെ ഒരു തന്റെ ഇടമാണ് ഞാൻ ഇതിനകത്ത് ചോദ്യം ചെയ്തത്. ഈ സിനിമ കണ്ടേക്കും കേരള പോലീസ് അന്വേഷണമെങ്കിലും കണ്ടെത്താത്ത ഒരു കേസായിരുന്നു അഭയ കേസ്. അഭയ കേസ് പിന്നീട് CBI ഏറ്റെടുത്ത് കൊലപാതകമാണെന്ന് കണ്ടെത്തി. അതുപോലെയാണ് മിഷേലിന്റെ കേസിന് വേണ്ടി നീതി ലഭിക്കാതെ കുടുംബം കയറി നടക്കുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഇര എന്ന് പറയാം, പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ കേസില്ല. അപ്പൊ ആ മിഷേലിന്റെ ഒരു കാമുകൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവരിലേക്കാണ് ഈ കേസ്, അന്ന് മിഷേലിന്റെ കേസ് വിരൽ ചൂണ്ടിയത്. ഇപ്പൊ അതൊരു സിനിമാറ്റിക് ഒരു വേണ കാണിച്ചു വെച്ചപ്പോൾ ആ കുടുംബത്തിന് അല്ലെ മിഷേലിന്റെ കുടുംബത്തിന് നീതി വേണം. ആ പയ്യനുണ്ടാകുന്ന ഒരു പ്രശ്നം അതുകൊണ്ട് കേരള പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തതിൽ വളരെ മോശമായ നിലയിൽ ചിത്രീകരിക്കുന്നുണ്ട്. കേരള പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു ഇതുമില്ലാതെ ഈ സ്റ്റേഷനിൽ അടുത്ത സ്റ്റേഷനാന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോൾ എങ്ങനെയാണ്? രണ്ട് ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അഭിലാഷ് എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അല്ല, ആദ്യമേ തന്നെ ഇത് മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല. ഒരിക്കലും നമ്മൾ മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട് ഇടുന്ന ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്, ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ്. അത് ആ പേരൻസ് അല്ല അവർക്കൊപ്പം ഉണ്ടായിരുന്നവര് പബ്ലിക് പുറത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സിനിമയുടെ കഥയിൽ അത് ആവശ്യമായി അതെ ആ ഉദ്യോഗസ്ഥരെ കേസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഥയിൽ അത് ആവശ്യമായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, മിഷേലിന്റെ കേസിലെ ആ ഫാമിലി, ആ പയ്യന്റെ ഫാമിലിക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിന്റെ ബയോപിക് അല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത്. നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ ഒരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവാം എന്നുള്ള റിയൽ ഇൻസിഡൻസ് വരുന്നത്. പിന്നെ കേരള പോലീസിന് ഒരിക്കലും ഈ സിനിമ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടല്ല. കേരള പോലീസിൽ അങ്ങനെയാണ് ഇതിലെ സൈജു കുറുപ്പിന്റെ കഥാപാത്രം ത്രൂ ഔട്ട് സിനിമയിൽ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നല്ലേ. ഈ പറയുന്ന അർജുന്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസിന്റെ ഭാഗമല്ലേ. അർജുന്റെ ക്യാരക്ടർ പോലീസ് ആവാത്തോണ്ട് ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റിഗേഷന്റെ രീതിയിലാണ് കഥ പോയിരിക്കുന്നത്. ഒരുപാട് സിദ്ദിഖ് സാർ ചെയ്ത കഥാപാത്രം അജിത് ചേട്ടൻ. അപ്പൊ അത് കേരള പോലീസിനെ ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല. നടന്ന റിയൽ ഇൻസിഡന്റ് ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്താവാം അത് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത്. ഈ മിഷേലിന്റെ പേരൻസിന്റെ പല ഇന്റർവ്യൂകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ രാത്രിയിൽ പ്രോപ്പറായിട്ടൊന്ന് അന്വേഷിച്ചെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടീനെ കിട്ടിയിരിക്കുമെന്ന അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ ആ നടന്ന സംഭവത്തെയാണ് ആ സീൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് കസബ സ്റ്റേഷനിൽ എത്തുകയും അച്ഛൻ സെൻട്രൽ സ്റ്റേഷനിൽ എത്തുമെന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോയതാണ് അമ്മയും അച്ഛനും. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ്. അങ്ങനെ അത് സിനിമയ്ക്ക് ആവശ്യമാണ്. അല്ലാതെ ഒരിക്കലും മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട. മിഷേൽ ഷാജിയുടെ കേസുമായി സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഉള്ള സീക്വൻസുകളൊക്കെ തന്നെ ഞങ്ങളുടെ ഭാവനയിലാണ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു, ഒരാളെ അതായത് അന്വേഷിക്കുന്ന ഇതേപോലെ ഒരുപാട് മെറിനുണ്ട് പോലീസ് അന്വേഷണത്തിൽ. ശരിക്കും അത് ഫാക്റ്റാണ്. ശരിക്കും നിയമവ്യവസ്ഥയ്ക്ക് അങ്ങനെ ഒരു മാറ്റം വരുന്ന സമയമായി നിയമത്തെ വെല്ലുവിളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് പറഞ്ഞ മാറ്റർ എന്ന് പറയുന്നത്, ഈ നീതി നിഷേധിക്കപ്പെട്ട ഇരകള് നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്ത് നിൽക്കുന്ന കേസുകൾ 10 വർഷമോ അല്ലെങ്കിൽ 8 വർഷമൊക്കെ ആയ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇപ്പൊ ഇതിനകത്ത് അജി പറയുന്ന ഒരു ഡയലോഗാണത്, അജിയോട്ടം പറയുന്ന ഡയലോഗാണത്, നീ ഒരു മെറിന് വേണ്ടി ഇറങ്ങി, ഇതുപോലത്തെ ആയിരക്കണക്കിന് മെറിന്മാര് നമ്മുടെ റെക്കോർഡ്സിലുണ്ടെന്ന് പറയുന്നത് ഫാക്റ്റാണ്. അത് കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ എത്രയോ കേസുകൾ ഇപ്പോഴും സ്റ്റിൽ പെൻഡിംഗ് ആണ്. ഒരിക്കലും അല്ല. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏറ്റവും കൈയടിയിട്ടുള്ള ഡയലോഗ് വെച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സ് എന്ന് ഞാൻ കേരള പോലീസിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയല്ല, കേരള പോലീസിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫോഴ്സാണ് കേരള പോലീസ്. ആ കേരള പോലീസിന് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ട്. അതിന്റെ റെഫർ ചെയ്തിട്ടാണ് അത് പറയുന്നത്. അല്ലാതെ ഒരിക്കലും കേരള പോലീസിനെ മോശമാക്കിയല്ല ഡയലോഗ്സ് വെച്ചിട്ട്. കോട്ടയത്തെ ആനന്ദ് തിയേറ്ററും തിരുവനന്തപുരത്തെ ശ്രീബാല തിയേറ്ററും കുട്ടിക്കാലം തൊട്ട് എനിക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ സിനിമ പ്രേമിയാണ്. എങ്ങനെയാണ് ഈ ടൈറ്റിൽ വന്ന വഴി ആനന്ദ് ശ്രീബാല? ആ ടൈറ്റിൽ ഇന്നൊരു നല്ല ചോദ്യം കിട്ടി. ആനന്ദ് ശ്രീബാല ടൈറ്റിൽ ആദ്യമേ തന്നെ എന്റെ മനസ്സിൽ തോന്നിയ 2 പേരുകളാണ്. അത് ആനന്ദ് എന്നുള്ള പേരും ഈ ശ്രീബാല എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണ്. അപ്പം
ഈ രണ്ടുപേരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയാണ്. അതിന് അമ്മ മകൻ എന്നൊരു ഇമോഷൻ കൂടെ കൊടുത്തപ്പോൾ അതിന് വലിയ സ്വീകാര്യത കിട്ടി. പിന്നെ അതിനകത്ത് വെച്ച മറ്റൊരു വെച്ചാൽ കാമുകിയുടെ പേരും ശ്രീബാല തന്നെ വെച്ചു. അതൊരു ആ പേരിനോട് അർജുന്റെ കഥാപാത്രത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് അങ്ങനെ ഒരു പേര് വെച്ചത്. എന്തായാലും താങ്ക്സ് ചേട്ടാ. അങ്ങനെ ചോദിച്ചു 2 തിയേറ്ററിന് വെച്ചിട്ട്. സംസാരിച്ചിരുന്നു മിഷേലിന്റെ പാരന്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നു? അല്ല, ഞങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മിഷേലിന്റെ കേസ് മാത്രമല്ല, വേറെ 2 കേസ് ഇപ്പൊ റിവീൽ ചെയ്യുന്നതിലുണ്ട്. 2 കേസിലുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ എന്തായാലും പിന്നെ ഇതല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും നമ്മുടെ യൂട്യൂബുകളിലൊക്കെ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് എനിക്ക് ഒരു പരിധി വരെ റെഫർ ചെയ്തിരിക്കുന്ന അതാണ് സംഭവം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മള് പത്രങ്ങളിലും നിങ്ങൾ മീഡിയ ത്രൂ കേട്ട കുറെ കാര്യങ്ങളില്ല. ഹൈദരാബാദ് കേസിന്റെ പുറകെ എനിക്കൊന്ന് കുറെ നാളുണ്ടായിരുന്നു റിപ്പോർട്ടിലുള്ള സമയത്ത്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. അമ്മ മകൻ ഒരു ബന്ധം വലിയ രീതിക്കാണ് ഈ സിനിമ കാണുന്നത്. അമ്മയും മോനുമായിട്ടുള്ള ബന്ധം വലിയ രീതിക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അഭിനയിക്കുമ്പോഴും സിനിമ കണ്ടുകഴിഞ്ഞപ്പോഴും തെളിഞ്ഞത്? ഞാൻ കുറെ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ സിനിമയ്ക്ക് വരുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഒരു കുറെ പടങ്ങൾ എനിക്ക് അമ്മനോട് ചോദിച്ചു. ഇപ്പോഴല്ല, ഒരു 10 കൊല്ലത്തിന് മുമ്പ് തന്നെ. അപ്പൊ ഒന്നും തോന്നാതെ ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് അഭിലാഷ് പറഞ്ഞപ്പോൾ തോന്നി. അപ്പം അത് മാത്രമല്ല, ഈ ടൈറ്റിൽ റോൾ ഓക്കെ, അതുകൂടിയല്ല, ഇതിന്റെ ഈ ഒരു ഇതുവരെ ഞാൻ ചെയ്യാത്ത, ഞാൻ വേറെ പടങ്ങളിൽ കാണാത്തൊരു എസൻസ് ഉണ്ടല്ലോ എന്റെ പ്രസൻസ്. അപ്പൊ അതാണ് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തത്. അപ്പൊ അത് വന്നപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു, നല്ല ഇറങ്ങി. പിന്നെ ഫസ്റ്റ് ഷോട്ട് അർജുന്റെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഇമോഷണലി കുറച്ച് കണക്ട് ആയി. അപ്പം ഐ തിങ്ക് ഐ ടുക്ക് എ ഗുഡ് ഡിസിഷൻ. അങ്ങനെയായിരുന്നു. ഇത്തരം കേസുകളൊക്കെ ഒത്തിരി ഇരകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്തരം ഇരകൾ ഒത്തിരി കുടുംബങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സിനിമ അതിനൊരു എന്താണ്, അവർക്കൊരു മാർഗദർശനമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത്, ഞാൻ ക്രൈം ഫയൽ എന്നൊരു പടം ചെയ്യുമ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ട് ഹാർട്ടില്. അപ്പം അതിനേക്കാളും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ ഹെവിനെസ് കൂടി ആണ് ഞാനിത് പെർഫോം ചെയ്തത്. അങ്ങനെ അത് പേഴ്സണലായിട്ട് ക്യാരി ചെയ്ത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ റെഗുലർ നമ്മൾക്ക് റേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതൊന്നും അങ്ങനെയായിരുന്നു. എന്നാലും ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പൊ ആ ഫീലും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പടങ്ങൾ മേ ബി എന്ന് പറയുന്ന വലിയ റിസ്ക് ഉള്ള എലമെന്റ് ആണ്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ വാക്കുകൾ മാർക്കറ്റ് ഇല്ല എന്നല്ല പറഞ്ഞ, എന്നെ വെച്ച് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പടം ചെയ്തത്. അപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോ, ഞാൻ ചെയ്തു വരുന്ന പടങ്ങൾ നോക്കുമ്പോ, ഞാൻ സപ്പോർട്ടിങ് ആക്ടറായിട്ട് നിൽക്കുമ്പോ വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ലീഡാക്കി ചെയ്യുമ്പോ ഇത്രയും വലിയൊരു ബാനർ, ആൻഡോ ചേട്ടൻ, വേണു സാർ, ഇവര് ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോ ഇവര് വലിയ പടങ്ങൾ ആൾക്കാരാണ്. ഇപ്പൊ ഇത് അഭിലാഷേട്ടന്മാരുടെ ചെറിയ പടമാണെങ്കിലും എനിക്കിത് വലിയൊരു പടമാണ്. കാരണം ഞാൻ ടൈറ്റിൽ റോളിൽ വരുന്ന ആദ്യത്തെ പടം. പിന്നെ ത്രൂ ഔട്ട് ഉണ്ട് ഞാൻ ക്യാരക്ടറായിട്ട്. പിന്നെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം ഉണ്ട്. എന്നെ നായകനാക്കി ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റുള്ള പടമാണ്. അപ്പൊ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷയുള്ള പടമായിരുന്നു. അപ്പൊ ഇറങ്ങി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണു പറഞ്ഞു ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ. കാരണം ആ സമയത്തെ സീക്വൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഇമോഷണൽ ടച്ച് ആയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എല്ലാവർക്കും അത് കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഷോ 2 ഷോ എന്താ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി ഷോസ് കഴിഞ്ഞ് ഞാനൊരു 3 ദിവസമായി കഴിയുമ്പോഴേ ഞാൻ വിശ്വസിക്കുള്ളൂ പടത്തിന്റെ റിപ്പോർട്ട് ആക്ച്വലി എന്താണെന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ ആക്ച്വലി. അമ്മ മോൻ ബന്ധമുണ്ട്. ചേച്ചി പറഞ്ഞ ഒരു കാര്യത്തിൽ അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇതിനകത്ത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരം സബ്ജക്റ്റുകൾ തന്നെ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് കുറെ സിനിമകൾ എടുത്തു നോക്കിയാൽ ഫാമിലി സബ്ജക്റ്റ് അങ്ങനെ കഥകൾ കുറവാണ്. പക്ഷെ ഇത് ഒരു പോലീസിന്റെ ഒരു ജീവിത യാത്രകളെ പറയുന്നത്. അമ്മ പോലീസായിരുന്നു, മകന്റെ മുമ്പിൽ വെച്ചുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു പോകുന്നത്. പക്ഷെ ആ ഒരു ഇമോഷൻ എങ്ങനെയാണ് ആ എഴുതുമ്പോൾ ഉണ്ടായത്? അല്ല, അമ്മ ഇമോഷൻ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് പ്രത്യേകിച്ച് എന്റെ സിനിമകളിൽ ഇമോഷൻസിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഇപ്പൊ മാളിയപ്പുറം ആണെങ്കിലും പത്താമ്പളമാണെങ്കിലും കടാവറാണെങ്കിലും ഒക്കെ ഇമോഷൻസ് ഞാൻ പ്ലേ ചെയ്യാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഇതിനു മുന്നേ എന്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിരുന്നു. കാരണം ഞാൻ ഈ ലോകത്ത് ദൈവത്തിന്റെ മുകളിൽ വില കൊടുക്കുന്ന എന്റെ അമ്മയ്ക്കാണ്. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ ഒപ്പം
ഞാൻ ട്രാവൽ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ആനന്ദിന്റെ ശ്രീബാലൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അമ്മ ഇഷ്ടമുള്ള എല്ലാ മക്കൾക്കും കണക്ട് ആവും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ മെസ്സേജസ് എന്ന് വെച്ചാൽ ഈ അമ്മയും മകനും അടിപൊളിയായിട്ടുണ്ടെന്ന്. അത് സംഗീത ചേച്ചിയപ്പോൾ ഒരു ആർട്ടിസ്റ്റ് പ്ലേ ചെയ്തപ്പോൾ അത് കുറെ കൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റിലേക്ക് വന്നു. ശരിക്കും ചേട്ടാ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഇമോഷൻസ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ അമ്മ മകനെ ഇങ്ങനെ ഇമോഷണലി അത് കൃത്യമായി വിഷ്ണു വിഷ്വലൈസ് ചെയ്യിക്കുകയും ചെയ്യും. അല്ല, ഞാൻ അച്ഛന്റെ പേരിലുള്ള റിസ്കിനെ പറ്റി അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. കാരണം ഞാൻ അഭിനേതാവായിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് സംവിധാനം ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഞാനത് പിടിച്ചെടുത്തു എന്നേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയില് ഇതിലെ ട്രൂ ഇൻസിഡന്റിനെ ഞാൻ വളരെ പ്രതീകാത്മകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു കഥ പറയുകയാണ്. ആ കഥ ഏറ്റവും മികച്ച രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനോട് സത്യസന്ധത പാലിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസ് എത്രത്തോളം ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളൊരു ചോദ്യമായിരുന്നു. അപ്പൊ അതുപോലെ ഒരുപാട് കേസുകൾ. അപ്പൊ അത്തരം കേസുകളും വീണ്ടും ചർച്ച ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോ അതിന് 1-2 കേസുകൾ മാത്രമേ ചിലപ്പോൾ നമുക്കൊരു സിനിമയിൽ ചെയ്യാൻ പറ്റൂ. അപ്പോ എന്നാൽ ഈ കേസ് ഞങ്ങൾ ഇതിന്റെ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് തികച്ചും മൊത്തത്തിൽ ഭാവന മാത്രം ഉപയോഗിച്ചുകൊണ്ടില്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ നടത്തിയെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം നമ്മൾ എങ്ങനെ ഒരു കഥാകാരൻ കഥ ഉണ്ടാക്കുന്നു, അതിന്റെ പ്രോസസ് എന്താണെന്ന് വ്യക്തമാക്കില്ല അതിന്റെ രസം പോയി. ഞങ്ങൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഞങ്ങളത് എത്തിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോ ആ റിസ്ക് എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് പറയാനൊരു വിഷയവും അതിനകത്ത് പറയാനൊരു കഥയും ഉണ്ടെന്ന് തോന്നിയത് അത് പറഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ മറ്റു റിസ്കിനെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല. കാരണം എനിക്ക് രഞ്ജിന്റെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല. ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന എപ്പോഴും മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ ഈ സിനിമേനെ ഓക്കെ ത്രില്ലർ ഏരിയ എനിക്കറിയാം, വിഷ്ണു അത് ഇവരിന്ന് വർക്ക് ചെയ്ത് ഭയങ്കര. പക്ഷെ ഈ അമ്മ മകൻ ഇമോഷൻസ് പ്ലേ ചെയ്യുമ്പോൾ കണ്ണ് നിറയിപ്പിക്കാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യത്തുമില്ല. ചില ആളുകൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ആ കാര്യത്തിൽ രഞ്ജിൻ രാജ് കൊടുത്ത ഒരു എഫോർട്ട് മാളികപ്പുറത്തിൽ നങ്ങേലിപ്പൂവിന് കിട്ടിയ പോലെ തന്നെയാണ് മന്ദാരമല എന്നുള്ള സോങ്ങില് ഇന്ന് ഇപ്പൊ ഞാൻ ഇന്നത്തെ ഇന്റർവ്യൂ പറയുണ്ടായത് അവസാന ഷോട്ട് കണ്ടാൽ തിയേറ്ററിൽ കണ്ണു നിറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ കാരണം രഞ്ജിനാണ്. അപ്പം ഈ ഒരു വേദിയിൽ ഞാൻ രഞ്ജിന്റെ ഞങ്ങൾ ഒരുമിച്ചുള്ള 5ാമത്തെ സിനിമയാണ്. ഞാൻ രഞ്ജിനോട് എന്റെ മനസ്സിൽ നിന്ന് ഞാൻ താങ്ക്സ് പറയണം. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്റെ കഥകൾക്ക് അല്ലെങ്കിൽ എന്റെ ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്തൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. നല്ല കാര്യം ഇവിടെ താങ്ക്സ് പറഞ്ഞല്ല. ആ കഥയോടൊപ്പം ഒരു കാര്യം പറഞ്ഞു. എനിക്കും ഒരു ഫീൽ ചെയ്ത സാധനം ഇന്ന് സിനിമ കണ്ടപ്പോ ഇപ്പൊ അമ്മ ഇമോഷൻ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് നമ്മുടെ ചെവിയിലേക്ക് ആഴത്തിൽ പറ്റി ആ പാലത്തിന്റെ മുകളിലേക്ക് മറ്റു വണ്ടികൾ പോകുമ്പോ ആ സൗണ്ട് നമുക്ക് അവിടെ ഇരിക്കുമ്പോ ഒരു നമ്മുടെ ഹാർട്ടിലൊരു ബീറ്റ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ വണ്ടി നമ്മൾ ആ പാലത്ത് നിൽക്കുന്ന പോലെ തോന്നിച്ചു. അത്രയും ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയില്. അതായത് സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും അത്ര സിങ്കായിട്ട് കഥാപരമായിട്ട് ട്രാവൽ ചെയ്തെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ അഭിലാഷിന്റെ കൂടെ ത്രില്ലർ പടത്ത് തന്നെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. കടാവർ എന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. പിന്നെ 10ാം അളവ് ചെയ്തു, നൈറ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോ അഭിലാഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഡൈനാമിക്സ് എന്തായാലും എനിക്ക് അറിയാം. അവൻ കഥ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് അറിയാൻ പറ്റാറുണ്ട് ഏത് റൂട്ടിലായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാകുന്ന കാര്യം. അപ്പൊ അതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണു ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര എനിക്ക് ഒരു എന്റെ മ്യൂസിക്കൽ ലൈഫിൽ തന്നെ എനിക്ക് വളരെയധികം വാല്യൂബിൾ ആയിട്ട് വിഷ്ണുവിനും പറയാറുണ്ട്. കാരണം അത്രയധികം എനിക്ക് സ്പേസ് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ റിലീസ് കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സമയം കിട്ടി. ഒരു 2-2.5 മാസത്തോളം സമയം കിട്ടി ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചില എറേഴ്സ് മാറ്റാനും ചിലത് റീതിങ്ക് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും നല്ലതിന് വേണ്ടിയിട്ടുള്ള തർക്കം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഞാൻ ഇന്ന് മീഡിയയുടെ മുന്നിൽ പലപ്പോഴും ഞാൻ എല്ലാ പടം കഴിഞ്ഞാലും മീഡിയയുടെ മുന്നിൽ ഒന്നും സംസാരിക്കില്ല. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് പ്രൗഡായിട്ട് എല്ലാവരോടും പറയും തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടേക്കണം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു. അത് എന്റെ മനസ്സെന്ന് പറഞ്ഞതാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് വളരെയധികം കഷ്ടം ഞാൻ പണിയെടുത്തിട്ട് ചെയ്ത ഒരു പടമാണ് ശ്രീബാല. നല്ല പണിയെടുത്തിട്ടുണ്ട്. കാരണം സൈക്കോളജിക്കലാണ് ഈ പടം ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ സൗണ്ട് കൊണ്ട് ഞെട്ടിപ്പിക്കാനോ ആരും കേൾക്കാത്ത ടോൺ കൊണ്ട് ഞെട്ടിപ്പിക്കാനൊന്നും പറ്റുന്നൊരു പടമല്ല. ഇത് ഇമോഷനാണ്. ആ ഇമോഷന്റെ ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അത് ഒരു ലെയറായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ഉത്തരവാദിത്വം. അതൊരു പരിധിവരെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് എനിക്കിന്ന് കാണാൻ പറ്റിയ എന്റെ സിനിമ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ എറേഴ്സ് മാത്രമാണ് കാതിൽ കേൾക്കുക തിയേറ്ററിൽ. പക്ഷെ ഞാൻ ഇന്ന് എന്റെ സിനിമയിൽ നിന്നൊക്കെ മറന്ന് ഇമോഷൻ എനിക്ക് കിട്ടി.
ഞാനും കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്ക് കിട്ടുന്ന മെസ്സേജസ് എനിക്കത് മനസ്സിലായി. ഇപ്പൊ ഈ ചോദിച്ച ഹൈദരൊക്കെ ചോദിച്ചതിന് അതിനൊരു വലിയൊരു നന്ദി രാജാകൃഷ്ണൻ ചേട്ടനോട് നമുക്ക് പറയാനുണ്ട്. MR രാജാകൃഷ്ണൻ ഒരുപാട് ഹിറ്റ് സിനിമകളും ഹിറ്റിനെക്കാളും ഉപരി ക്രിയേറ്റീവ് ആയിട്ടും ഒരുപാട് സിനിമകൾ ചെയ്തൊരു വ്യക്തി കൂടിയാണ് MR രാജാകൃഷ്ണൻ. ഇപ്പൊ രാജേട്ടനാണ് മാളികപ്പുറമൊക്കെ വർക്ക് ചെയ്തത്. മാളികപ്പുറത്തിന്റെ ഫോർമാറ്റ് എന്താ നിങ്ങൾക്കറിയാം, വളരെ ലൗഡ് മ്യൂസിക് ആയിരുന്നു. ലൗഡ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ആവശ്യമുള്ള ലൗഡ്നെസ് അതിലുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരു ബേസിലും ഡൈനാമിക്സിലും കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തെന്നുള്ളതാണ്. ഒരു പൊടിക്ക് മേലെ ഒരു പൊടിക്ക് താഴെയോ പോയി കഴിഞ്ഞാൽ ഈ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ് ആസ് എ മ്യൂസിക് കമ്പോസർ എന്ന് തീർന്നുണ്ട്. ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ, റിയാലിറ്റി ഷോ പ്രൊഡക്റ്റ് ആണല്ലോ ചേട്ടാ. അപ്പോ ആ ഒരു ജേർണിയിൽ നിന്ന് ഈ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ജേർണി എന്ത് ഫീൽ ചെയ്യുന്നു? ആക്ച്വലി യു ആർ എ ഗുഡ് സിംഗർ ഓൾസോ. മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു പാടുന്ന സമയത്തും എന്റെ ലക്ഷ്യം. അപ്പോൾ ആ റിയാലിറ്റി ഷോയിലുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ജഡ്ജസിനൊക്കെ അത് അറിയുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ട്രാവൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പണ്ടത്തെ ആ റിയാലിറ്റി ഷോ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, നീ ഒന്ന് പറഞ്ഞ സംഭവിച്ചല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആഗ്രഹിച്ചത് തന്നെയാണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയതല്ല. എനിക്ക് പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തകരുടെ പണി അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. ഈ കടുകട്ടി മലയാളം ഈ റോഡ് സൈഡിൽ വെയിലത്തും ഇതിലൊക്കെ നിന്ന് സംസാരിക്കുന്നത് ടിവിയിലൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തപ്പം അത്യാവശ്യം കറക്റ്റ് ലൈവ് ലൊക്കേഷൻസിൽ വെച്ചൊക്കെ തന്നെയാണ് ഏകദേശം അത് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പം അതിന്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായി. പ്ലസ് ഈ സിനിമ അത്രയും സീരിയസ് ആയ ഒരു സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഒരു വലിയ ടീം, വലിയ കാസ്റ്റ്, ഒരുപാട് ക്രൂ ഉള്ള ഒരു സിനിമ വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ലൈവ് കുറച്ച് ഡയലോഗ് ഹിന്ദി വരുന്നുണ്ടല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മൾ കുറെ കാണിക്കുന്നുണ്ട്. മനസ്സിലാക്കി ചോദിച്ചാണോ? സീരിയസ്ലി ഓ അത് അഭിലാഷൻ മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്ന ടൈപ്പ് ഒരു തിരക്കഥാകൃത്താണ്. അപ്പം എനിക്ക് തലേദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പോ വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ പറഞ്ഞു ഇതാണോ പഠിച്ചത്, ഇത് നമ്മൾ കട്ട് ചെയ്താണ്, ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനത്തെയൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും, കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ പെർമിഷൻ ഉള്ളൂ. അത് അപ്പൊ തന്നെ ഷൂട്ട്. അപ്പൊ വേഗം സമയം ഈ മനുഷ്യൻ അവിടെ കാണാനില്ല, ഇടയ്ക്കെങ്ങാണ്ട് ആ വഴി പോയി. അപ്പൊ അതിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പഠിച്ചാണ്, എളുപ്പമല്ല ചേട്ടാ, കഷ്ടമാണ്. അർജുനേട്ടാ, ഈ ചെയ്യുന്ന കഥാപാത്രങ്ങൾ വളരെ സറ്റിലായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് താങ്കൾ. അപ്പം ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ ഓസ്ലറാണ്. അപ്പം അവസാനം വരുന്ന സെക്കൻഡ് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ്, വാവ്. അല്ല, ഇറങ്ങിയ ഏറ്റവും കൂടുതൽ ചെയ്ത കഥാപാത്രങ്ങൾ ഒന്നുകൂടെ അടുത്ത എന്തെന്ന് കാത്തിരിക്കുന്ന ഒരു ടൈപ്പ് ഇതുണ്ടല്ലോ. ഓസ്ലറിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്, പ്രേക്ഷകരിൽ ത്രില്ല് അടിപ്പിക്കുന്ന അടുത്തത് എന്ത്, ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ ഒരു ഇനി ഓസ്ലർ 2 വരുമ്പോൾ അർജുനേട്ടൻ ആ കഥാപാത്രത്തിന് വേറൊരു മുഖമായിരിക്കും കാണാനുള്ളത്. അവന്റെ ഡിസ്കഷൻ എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇത് ചെയ്യുന്ന സമയത്ത് ഈ പടം വർക്കായ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പൊ അതില് നീ ആയിരിക്കും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലാവല്ലോ ലാസ്റ്റ് ക്ലൈമാക്സ്. അല്ല, അത് ചിലപ്പോ ഞാൻ അല്ലെങ്കിൽ അതാണ് ഇപ്പം എഴുതി വരുമ്പോ അവന് വേണ്ട നടക്കിടയില്ലേ. അപ്പൊ പടം ഹിറ്റായപ്പോഴേക്കും ഞാൻ വിളിച്ചേട്ടാ സെക്കൻഡ് പാർട്ട് എപ്പോഴാണെന്ന് ചോദിച്ചു. ഉണ്ടാവും പറയാം. അപ്പോഴേക്കും ആടിന്റെ പരിപാടി ഓണായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായുള്ളത്. ഒരു വൈകുന്നേരം പോയിട്ട് രാത്രി 1:30 തീർന്നു. ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര റിസർച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ഓസ്ലറിന്റെ ക്യാരക്ടർ. കാരണം ഒറ്റ ദിവസം, ബാക്കി എല്ലാവരും 3 ദിവസം 4 ദിവസം ഞാൻ പതുക്കെ ട്രാക്കിലാവും. ഡയറക്ടറിന് എന്താ വേണ്ടെന്നുള്ള രീതി. ഇത് സമയമില്ല. അപ്പൊ ട്രാക്കിലാവുമ്പോഴേക്കും ഞാൻ ബാക്കപ്പ് ആവും. അപ്പൊ കുറച്ചധികം ഒരു 1.5-2 ആഴ്ചത്തോളം ഞാൻ ഇതിനെപ്പറ്റി കുറച്ചധികം പണിയെടുത്തായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ സന്തോഷമുണ്ട്. അഭിലാഷ്, അഭിലാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ റേറ്റിംഗിന് വേണ്ടിയാണ് മീഡിയാസ്, റേറ്റിംഗിന് വേണ്ടിയാണ് ഒരു വാർത്തയ്ക്ക് പിന്നിൽ പോകുന്നത്. റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുന്നു. ഇവരുടെ സ്റ്റോറിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത്ര ഒരു മത്സരം, ചാനൽ യുദ്ധം നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓരോ വാർത്തകൾ. ഇല്ല, അത് ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. റേറ്റിംഗ് എന്നല്ല, എപ്പോഴും നമ്മള് നമ്പർ 1 അവിടെ മത്സരിക്കുന്നതല്ലേ.
ചാനൽ വർക്ക് ചെയ്തവർക്ക് ശമ്പളവും TRP ഒക്കെ കയറത്തുള്ളൂ. അല്ല അങ്ങനെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് എന്നെ ഏറെ സ്റ്റേഷനായ കേട്ടാൽ മൂന്നാറിലേക്ക് എത്തിയ ആളാണ്. അല്ല, അല്ലെങ്കിൽ ഒരു സീരിയസിലേക്ക് പോട്ടെ. അങ്ങനെ റേറ്റിംഗ് മത്സരം കേരളത്തിൽ നിലനിൽക്കുന്നുള്ളത് സത്യസന്ധമായ ചേട്ടാ കേരളത്തിലല്ല, എല്ലാ ലോകത്ത് എവിടെയൊക്കെ മാധ്യമങ്ങളുണ്ടോ ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ അവിടെയൊക്കെ TRP റേറ്റിംഗിന് വേണ്ടി ആദ്യം ആര് റിപ്പോർട്ട് ചെയ്യുന്നു, ആര് അതിന്റെ ജെന്യൂനിറ്റി നോക്കുന്നുണ്ടോന്നൊക്കെ സെക്കൻഡറി ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആര് റിപ്പോർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഇതാണല്ലോ. കാരണം എനിക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് 1-2 ചാനൽസിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയം പഠിച്ച കാര്യം പറഞ്ഞാണ്. ആ സമയത്ത് ഒരു ചാനലിലെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇവിടുത്തെ പല PAPസിന്റെയും എല്ലാ വാർത്തകളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സപ്പോസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ തന്നെ എയർ ചെയ്യാനായിട്ട്. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ എന്ന് ഹൈദരക്ക് അവനെ പറഞ്ഞു. നിങ്ങൾ ചാനൽ വർക്ക് ചെയ്ത ആളാണ്. ഇതങ്ങനെയാണ്, അയാളെന്താന്ന് പറയില്ല. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, തെറ്റല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആരാദ്യം റിപ്പോർട്ട് ചെയ്യും, അതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ. അപ്പൊ അത് ചാനലുകളിൽ നടക്കാറുണ്ട്. ഈ മത്സര ബുദ്ധിയിൽ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പിന്നീട് ആ വാർത്തയ്ക്ക് പിന്നിൽ പോകാതെ ഒരു യാത്രയാണ്. നമുക്ക് ഇപ്പൊ ഈ സിനിമയിൽ തന്നെ പറഞ്ഞു വെക്കുന്നത്, നമുക്കൊരു വാർത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോകില്ല, പിന്നീട് അതിന്റെ ഒരു അന്വേഷണത്തിന് പോലും ഒരു ഡെസ്കിൽ നിന്ന് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ മേൽ ഇരിക്കുന്ന അധികാരികളാണ് നമ്മൾ അതിന്റെ പിന്നിൽ പോകണമെന്ന് പറയാറില്ല. അപ്പൊ അവിടെ വെച്ച് വാർത്ത നിന്നു പോകും. ഇപ്പൊ ഈ കേസ് തന്നെ അന്വേഷണത്തെ, ഈ സിനിമ തന്നെ നമുക്ക് എടുത്തു വെക്കാൻ ഇനിയും ഇത് അന്വേഷണത്തിലേക്ക് പോകേണ്ട കടമ്പകളുണ്ട്. ഇപ്പൊ സെക്കൻഡ് പാർട്ടിൽ ഒരു ഊഹം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, ഇപ്പൊ നമ്മള് മിഷനിലെ കേസാണെങ്കിലും അവിടെ വെച്ച് നിൽക്കുന്നു, പിന്നെ അടുത്ത കേസ് വരുമ്പോൾ റിപ്പോർട്ടർ വേറെ കേസിലേക്ക് പോവാം, അവിടെ വെച്ച് നിന്ന് പോകുന്നു. അത് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നില്ല. അത്തരം ഒരു തോന്നലിൽ നിന്നും മാറ്റി ചിന്തിക്കേണ്ടതല്ലേ ഈ മാധ്യമങ്ങൾ? ചേട്ടാ തീർച്ചയായിട്ടും നിങ്ങളല്ലേ ചിന്തിക്കണ്ടേ, ഞാനാണോ? അല്ല, അത് നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മാറാനൊന്നും പോകുന്നില്ല. അതായത് ഇവിടെ എന്നും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് നല്ല ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ നല്ലൊരു വാർത്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാർത്ത മുങ്ങും. അതങ്ങനെയാണല്ലോ. അടുത്ത സമയത്ത് ഞാൻ പറയുന്നില്ല, അടുത്ത സമയത്ത് കേരളത്തിലെ വാർത്തകളുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. കാരണം പല വാർത്തകളും ഒരാഴ്ച കൂടെ പോയി കത്തി കയറിയിട്ട് പെട്ടെന്ന് ഈ വാർത്ത തന്ന് വേറൊരു വാർത്ത കയറിയപ്പോൾ മറ്റേ വാർത്തകൾ താഴെ പോകും. ഇത് സ്വഭാവമായിട്ട് അങ്ങനെയാണ്. ഞാൻ ചെയ്ത നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയുടെ തുടക്കത്തിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം സിനിമയെ പറയും. അപ്പൊ വേറെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ഇതൊന്നും താക്കടോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ എന്ന് പറയുന്നത് ഇതിവിടെ നടക്കുന്നതല്ലേ, ഇത് എന്നെയും കൊണ്ട് ഇവരെയും കൊണ്ടും പറയിച്ചിട്ട് നാളെ ആനന്ദ് ശ്രീവാല ടീം വിമർശിച്ചെന്ന് പറയാനല്ലേ. ഇല്ല, ആ പരിപാടിക്കില്ല. നടക്കുന്നുണ്ട് ഇതില്. അർജുന്റെ കഥാപാത്രം അച്യുച്ചന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ടല്ലോ, ഇത് നിനക്ക് മറ്റേ അയാളോടുള്ള ദേഷ്യം പറയല്ല. ആദ്യം ഇത് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതെനിക്ക് തെളിയിക്കാനുള്ള ഒരു വാശിയെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മാധ്യമപ്രവർത്തകർ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിങ്ങിന്റെ പുറകെ പോയി ആ റിപ്പോർട്ടിങ്ങിന്റെ ജെന്യുവിൻ കാര്യം എടുത്തുകൊണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന റിപ്പോർട്ടർമാർ എത്ര പേര് കാണും? അതെന്തായാലും വളരെ കുറവേ കാണത്തുള്ളൂ. ചേട്ടാ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനായാലും ഒരു അന്വേഷണത്തിന് ഇറങ്ങിയാലും ഒരു വിക്ടിമിന്റെ ലൈഫ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വാർത്ത കഴിഞ്ഞാൽ പോലും അവരുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അപ്പോഴും പല സമൂഹം ഫേസ് ചെയ്യുന്നുണ്ട്, മീഡിയയിലൂടെ വരുന്നില്ലായിരിക്കും. സമൂഹം അവരെ ഫേസ് ചെയ്യുന്നത് അവർ പുറത്തു പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് കളിയാക്കലാവാം, അപമാനമാവാം, അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത് പല ഐഡന്റിറ്റി ക്രൈസിസിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഈവൻ ദോ നിരപരാധികളാണെങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊന്നും ഇതിൽ മാറ്റമൊന്നും സംഭവിക്കുന്നതാണ്. ഇവിടെ അങ്ങനെയാണ് ഭായി. കേരളം കേരളം എന്നല്ല, ഏത് രാജ്യത്താണെങ്കിലും ഇത് അങ്ങനെയാണ്. അതിനെ ഒരു പേരും വിളിക്കും, സിസ്റ്റം. അത്രേ ഉള്ളൂ. അതിനെ കുറെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഒരു കേസിൽ ഒരു പ്രതി അകപ്പെടുന്നു, ആ പ്രതി ആ കേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയേണ്ടത് കോടതിയിൽ നിന്നാണ്, തെളിവുകളടക്കം. പക്ഷെ ഒരു കേസിന്റെ ഒരു വാർത്ത വന്ന ആ മൊമെന്റ് മുതൽ അയാൾ പ്രതിയാണ്. ഓൺലൈനിൽ വാർത്ത വായിക്കുന്ന ലോകത്ത് അയാൾ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ വരെ മനസ്സിലായി അയാൾ പ്രതിയാണ്. അടുത്ത സമയത്തുള്ള പല കേസുകളും നമുക്കറിയാം, ഓരോ പേരുകൾ വരുമ്പോഴത്തേക്ക് അത് മുദ്രകുത്തപ്പെട്ടു. നാളെ ഇത് തെളിയുന്നത് ആരും അറിയുന്നില്ല. നാളെ ഈ കേസ് ഒഴിവാക്കിയതോ കേസ് വിഡ്രോ ചെയ്തൊന്നും ആരും അറിയുന്നില്ല. വിക്ടിംസ് എപ്പോഴും അങ്ങനെയാണ്, പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തലയിൽ വരും. ഈ സിസ്റ്റം മാറ്റേണ്ടതാണ്. സിസ്റ്റം മാറ്റേണ്ടത് പബ്ലിക്ക് ചോദ്യം ചെയ്യണേക്കാം. ചോദ്യം ചെയ്യാൻ എത്ര പബ്ലിക് ഉണ്ട്, എത്ര പേര് കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ, തിരിച്ച് ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ ഇതിന് മാറ്റം വരാൻ അറിയില്ല, പക്ഷെ പുനർചിന്ത ഉണ്ടാവാം. അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അത് ഒരാളെ ചോദിച്ചാൽ അയാൾ ഒറ്റപ്പെടുത്തേ ഉള്ളൂ. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചോദിക്കാൻ പറ്റിയാൽ അത് ചിലപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. ചേട്ടാ തെറ്റ് ചെയ്യുന്നവര്
ചെയ്യുന്നത് തെറ്റാണെന്നും പിടിച്ചാൽ ഇത്ര ശിക്ഷയേ ഉള്ളൂ എന്നറിഞ്ഞിട്ടുമാണ് ഓരോ തെറ്റ് ചെയ്യുന്നത്. പണ്ട് തൊട്ടുള്ള സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ന തെറ്റ് ആ കാലത്ത് ഇന്ന ശിക്ഷ കൊടുക്കുമ്പോൾ അത് മാറുമായിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ്. അതേ ശിക്ഷ തന്നെ ഫോളോ ചെയ്ത് ഇന്നും ചെയ്താൽ ഇത്രേ ഉള്ളൂ എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നിയമത്തിനുണ്ടാകുന്ന ഒരു കുറുക്കൊഴിയല്ലേ അത്. ആ സിസ്റ്റം മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? അതാ പറഞ്ഞത്, അത് മാറുക എന്ന് പറയുന്നത് ചെറിയ പ്രോസസ് അല്ലല്ലോ. ഇപ്പൊ നമുക്ക് നിയമ വ്യവസ്ഥിതിയിൽ ഒരു കുറ്റം ചെയ്താൽ ഇത്ര എണ്ണ ശിക്ഷ എന്നുള്ളത് നമുക്കറിയാം. ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള അതിന്റെ സബ് വകുപ്പുകൾ എന്തൊക്കെയാണെന്നും പബ്ലിക്കിന് അറിയാം. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലെ ഇത് കുട്ടിക്കും കിട്ടും. ഒരു തെറ്റിനെ എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നും ആ തെറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നും നമ്മുടെ ലീഗൽ പോയിന്റ്സിലൂടെ നമുക്കറിയാം. അപ്പൊ പിന്നെ ഇത് എനിക്കറിയില്ല ഇത് എന്ത് മാറ്റം വരാൻ പോകുന്നു എനിക്കറിയില്ല. മാറ്റം വന്നാൽ സന്തോഷം. തീർച്ചയായിട്ടും പറയുന്നുണ്ട്, ഡയലോഗ് തന്നെ പറയുന്നുണ്ട് ഒരുപാട്. ഒരു ക്ലോസ് ഷോട്ടിൽ ഒരു ആക്ടർ കരയുക, ആ കരച്ചത് അതേപടി പ്രേക്ഷകരെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് വലിയ പാടുന്ന പണിയാണ്. അത് അർജുൻ അടിപൊളിയായി ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത മഴയുടെ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഭയങ്കര കാര്യമായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സീൻ വർക്ക്ഔട്ട് ചെയ്ത ഇമോഷനെ കുറിച്ച് അത് വർക്ക്ഔട്ട് ചെയ്ത് വെച്ചാല് ബേസിക്കലി എന്നെ അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത രഞ്ജൻ ചേട്ടൻ മ്യൂസിക്കാണ്. കാരണം നമുക്ക് ആ മ്യൂസിക് നിങ്ങൾ കണ്ട പടത്തിൽ ടെയിലിന്റെ നമ്മൾ ആദ്യം 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യണം. അപ്പൊ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ചേച്ചിയും നിൽക്കുമ്പോ സംഗീതം കൂടി നിൽക്കുമ്പോ ആ ഷോട്ട് കഴിഞ്ഞപ്പോ ഇവർ ഓട്ടോമാറ്റിക്കലി പാട്ട് പ്ലേ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടിയോ ഓൾറെഡി. പിന്നെ ഈ ഷോട്ട് എടുത്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു അഭിലാഷേട്ടാ ഈ ഷോട്ടിന് കൂടെ ഒന്ന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആ പാട്ടൊന്ന് പ്ലേ ചെയ്ത ഭയങ്കര, കാരണം ആ ട്യൂണിൽ തന്നെ ഭയങ്കര ഇമോഷണൽ നമ്മൾ കണക്ട് ആയി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. പിന്നെ എങ്ങനെയൊക്കെ അഭിനയിച്ച് പിന്നെ സംഗീത ചേച്ചിയിലൂടെ അഭിനയിക്കും ഭയങ്കര ഫീലായിരുന്നു. അത് എനിക്ക് അന്ന് ലാസ്റ്റ് ഷോട്ടിലെ കൈ പിടിച്ച് അല്ലെങ്കിൽ എന്നെ നോക്കുന്ന ഒരു നോട്ടത്തിന്റെ കണ്ണോട്ടമായി പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് സിങ്കായ ഒരു മാമായിട്ട് ഭയങ്കര സിങ്കായി. അപ്പൊ എനിക്ക് അധികം പണിയെടുക്കേണ്ടി വന്നില്ല. വിനയൻ സാർ എന്ത് പറഞ്ഞു? വിനയൻ സാറിന്റെ പേര് നിലനിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് വിനയൻ സാർ അത്ര നല്ല സിനിമ ചെയ്തു വന്നാൽ വിനയൻ സാറിന് കൈകൾ ഭദ്രമായിട്ടുണ്ട്. എന്താണ് സാറ് പറഞ്ഞത്? അച്ഛൻ സിനിമ ഇറങ്ങിയതിനു ശേഷം തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങളൊരു ഇൻഹൗസ് പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വളരെ പ്രസന്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്, ധൈര്യമായിട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. അതിന്റെ വിജയപരാജയങ്ങളെ കുറിച്ചോ അതിന്റെ മെയിൻകളെ കുറിച്ചോ കുറവുകളെ കുറിച്ചോ കൂടുതൽ ഡിസ്കഷനിലൂടെ പോയിട്ടില്ല, പക്ഷെ ധൈര്യമായിട്ട് പ്രസന്റ് ചെയ്യാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ആ ഒരു കോൺവെർസേഷന്റെ ഒരു ചുരുക്കം. അതായിരുന്നു. അച്ഛന്റെ കൂടെ ഡയറക്ഷനിൽ പോയിട്ടുണ്ട്, പല സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അഭിനയിക്കുന്ന സിനിമയിലാണ് അച്ഛന്റെ കൂടെ ഇരുന്ന് സ്ക്രീനിൽ ഇരിക്കുന്ന കാണാറുണ്ട്. അച്ഛനിൽ നിന്നും പഠിച്ച ഒരു പാഠം ഈ സിനിമയ്ക്ക് എത്രമാത്രം ഉപകാരമായി? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഞാൻ അച്ഛന്റെ സിനിമകളിൽ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരുപക്ഷെ അച്ഛന്റെ കൂടെ നിന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഞാൻ കരുതുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സെറ്റ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ സെറ്റിൽ ഇത്രയും ആൾക്കാർ നിൽക്കുക, നമുക്ക് എങ്ങനെ ഇമീഡിയറ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ള ഒരു അത്ര വലിയ ടെൻഷനുള്ള കാര്യമായിട്ട് തോന്നിയത്. എനിക്ക് അപ്പോഴും നേരത്തെ ഒരു ചോദ്യം വന്നു, അച്ഛൻ്റെ ആ ഒരു ലെഗസി ഉള്ളത് കാരണം ആ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ എനിക്ക് കിട്ടിയപ്പോൾ തൊട്ട് ഇന്ന് വരെ ഇപ്പൊ വരെ എന്റെ മനസ്സിൽ എനിക്കൊരു ടെൻഷനേ ഉള്ളൂ. അത് ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടറാണെങ്കിലും സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർ രസിക്കുക, അതൊരു വല്ലാത്ത ഒരു ഭയങ്കര പരിപാടിയാണ്. അത് നമുക്ക് അതെങ്ങനെയാ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് എപ്പോഴും അങ്ങനെ അധികാരമായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ആ ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മൾ 2 ഷോ കഴിഞ്ഞിട്ടുള്ളൂ, കുഴപ്പമില്ലാത്ത അഭിപ്രായം വരുന്നുണ്ട്. ഇന്ന് രാത്രി എങ്ങനെയായിരിക്കും അത് ട്രാൻസ്ഫോം ചെയ്യുക, നാളെ എങ്ങനെയാണ്, അതാണ് എനിക്ക് എപ്പോഴും ഉള്ള ടെൻഷൻ. ആ ടെൻഷൻ അപ്പുറത്തേക്ക് ഒരു ടെൻഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ എനിക്ക് ഷൂട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ഞാൻ അച്ഛന്റെ സെറ്റുകളിൽ പോയി നിന്ന് എനിക്ക് കിട്ടിയ ഗുണം അതാണെന്നാണ് എനിക്ക് മൂവി കാണുന്നതിനെക്കാട്ടും ഇങ്ങനെ കുറെ വിക്ടിംസ് ഉണ്ടാവാൻ ചിലപ്പോ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തത് അപ്പ നമ്മളെ പാരന്റ്സിനെ കുറിച്ചൊക്കെ എല്ലാം ചിന്തിക്കുന്നത്, അപ്പൊ അവരെത്ര അതിന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് അത് ചെയ്തപ്പോ എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഇന്ന് കണ്ടപ്പോഴും ഞാൻ ഇമോഷണൽ ആയത് അതിനാണ് കൂടുതൽ എനിക്ക് ഫീൽ ആയത്, അതുകൊണ്ടാണ്. സോ അങ്ങനെ ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ നല്ല ടീമാണ്. സോ ഞാൻ ഹാപ്പിയാണ്. മൂവി ഔട്ട്കമ്മിൽ ഞാൻ നല്ല ഹാപ്പിയാണ്.
ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ബ്രഹ്മയോഗം ചെയ്ത പടം അതാണ്. ഇപ്പൊ ഇറങ്ങാൻ പോണത് ഇപ്പൊ ഇതാണ്. അപ്പൊ അറിയില്ല, അവര് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവരുടെ ഡേറ്റ്സും പിന്നെ തിയേറ്ററൊക്കെ കിട്ടുവാണ്. തിയേറ്റർ കിട്ടി അവര് തീരുമാനിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിരിക്കണേ. സമയത്ത് ചേച്ചി ഒത്തിരി മാറ്റങ്ങളാണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസ് മീറ്റ് തന്നെ കണ്ടത്. ഇപ്പൊ പ്രസ് മീറ്റ് ആണ്. പണ്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കുറെ ആളുകളുടെ കൂടെ അഭിനയിച്ചു. ഇപ്പം അർജുന്റെ കൂടെ അഭിനയിക്കുന്നു, വലിയ വലിയ ആളുകളോട് അഭിനയിച്ചു. ഈ ഒരു സിനിമയിൽ എത്തിക്കഴിയുമ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചു. പല സിനിമകൾക്ക് മാറ്റം. മ്യൂസിക്കിനാണ് ഈ പ്രാധാന്യം വരുന്നത്. ആ പണ്ടത്തെ കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്കാണ് ചേഞ്ച്. അതൊക്കെ എങ്ങനെയാണ് ചേച്ചി ചെയ്തത്? സോക്രട്ടീസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ്. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ബിക്കോസ് കുറെ വർക്ക് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഒരു പീരീഡില് ഇത് ഫിക്സ് ആയപ്പോ അഡാപ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇവരുടെ അടുത്തുനിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ. പിന്നെ അതാണ്. ഈ അമ്മയായിട്ട് കുറെ റോള് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു അമ്മ എന്നൊരു ഇമോഷൻ വലുതാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കഥാപാത്രങ്ങൾ, അമ്മ എന്നൊരു കഥാപാത്രങ്ങൾ ഇനിയും സിനിമ തേടി വന്നാൽ എങ്ങനെയായിരിക്കും ചേച്ചി യൂസ് ചെയ്യുന്നത്? അങ്ങനെയല്ല, ഞാനൊന്നും കുക്കപ്പ് ചെയ്യുന്നില്ല. എല്ലാം ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അവര് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഒരു വെറൈറ്റി ഫീൽ ചെയ്താൽ ചെയ്യുന്നത്. അമ്മയോ ചേച്ചിയോ 15 years ഞാനൊരു 4 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്തു തമിഴ്, ആദ്യം മൈ ഫസ്റ്റ് മൂവി. അപ്പൊ അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടണം. ഈ സിനിമയുടെ ലൊക്കേഷൻ വന്നപ്പോഴാണ് ശ്രീനിച്ചേട്ടനെ കാണാൻ പോയത്. ഞാൻ ശ്രീനിച്ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന മുഹൂർത്തമായിരുന്നു. എന്റെ സംഗീത, എന്റെ ചിന്താവിഷയ ശ്യാമളെ കാണാൻ വന്നു. എന്റെ ഇന്റർവ്യൂലാണ് പറയുന്നത്. എന്റെ ശ്യാമള മാത്രമേ എന്നെ തേടി വന്നത് ഇമോഷണൽ ആയിട്ട് എന്നോട് പറഞ്ഞത്. എന്തായിരുന്നു അന്ന് കാണുമ്പോൾ? അത് പിന്നെ സാർ അത് പറഞ്ഞത് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. പക്ഷെ എനിക്ക് എന്റെ ലൈഫില് ശ്രീനി സാർ ഒരു ഭയങ്കര ഒരു ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ആണ്. പ്രൊഫഷണലി അതും ഞാൻ ഇത്രയും അധികം ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ടില്ല. ഓൺലി വർക്കിംഗ് സമയത്താണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് കിട്ടിയ ഈ ഒരു സെലിബ്രേഷൻ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ശ്രീനി സാറാണ്. അപ്പൊ അത് ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ടു. അപ്പോ സാറിനെ ഞാൻ പോയിട്ട് കാണുന്നത് കുറേ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു ദിവസം അഭിലാഷോട് പറഞ്ഞു, ലാസ്റ്റ് ഷൂട്ട് എന്റെ ലാസ്റ്റ് ഡേ എന്ന്, എനിക്കൊന്ന് സാറിനെ ഒന്ന് കാണണം, ഒന്ന് ധ്യാനോട് ചോദിച്ചു പറയണം എന്നൊക്കെ. അങ്ങനെ പോയതാ. അത് ചേച്ചിയോട് ഭയങ്കര സന്തോഷം തോന്നുന്ന മുഹൂർത്തമായിരുന്നു. അതെ, ചേച്ചി എന്നോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആരും തേടി വന്നിട്ടില്ല എന്നാ പറയുന്നത്. അതെനിക്കറിയാം. ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ എനിക്ക് ശ്രീനി സാറിനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ജനറലി നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സുഖമില്ലാതെ കാണാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെയായിരുന്നു എന്റെ ഒരു ഫീൽ. പക്ഷെ അന്ന് പോയപ്പോ എപ്പോഴും പറഞ്ഞ എല്ലാ യൂഷ്വൽ ഫണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ചേട്ടാ, ഇത് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു. അതായത് ധ്യാൻ ശ്രീനിവാസന്റെ പടം അധികം പോസ്റ്ററിൽ വെച്ച് കണ്ടില്ല. ഇപ്പൊ ഇതിലുണ്ട്. പ്രമോഷനിൽ എല്ലാ വെള്ളിയാഴ്ചയും സിനിമ ഇറക്കി പൊട്ടിക്കുന്നതുകൊണ്ട് നെഗറ്റീവായിട്ട് സിനിമയെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു അസംഷൻ. ഇല്ല, നമ്മള് ഒരു കഥാപാത്രത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് ചേരുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം നോർമലി ചെയ്യാത്ത ഒരു 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 പേസിലും അതിലൊരു താളത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം ചിലപ്പോ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം വിജയിക്കുന്നുണ്ടാവില്ല, ചിലത് പരാജയപ്പെടുന്നുണ്ടാവും. അത് അങ്ങനെ ഓർത്തുകൊണ്ടൊരു കാസ്റ്റിങ്ങിലോട്ട് പോയതല്ല. ഞങ്ങൾക്ക് അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നി. അത് ഒരുപക്ഷെ സാധാരണ കൊടുക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്ന് തോന്നി ആ ക്യാരക്ടർ കൊടുത്ത്. അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ വിജയപരാജയങ്ങളെ കുറിച്ച് ഓർത്ത് ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്താൽ ഒരു സിനിമ ഓടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് ഒബ്സർവ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം എനിക്കും അഭിലാഷമില്ല. അല്ല, അതൊരു വലിയ സിനിമാ ഗ്രൂപ്പിലാണ് ഇപ്പൊ ചർച്ച നടത്തുന്നത്. ചോദിച്ചത് സീരിയസ് മാറ്റം. സിനിമാ ഗ്രൂപ്പ്, ആ വലിയ സിനിമാ ഗ്രൂപ്പിലാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പല കമന്റുകളും അതിനകത്ത് വരുന്നുണ്ടാവും. ചേട്ടാ, ഒരാളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും. അല്ലാതെ ഇതാരും മനസ്സിന്ന് പറയുന്ന പോലെ അത്
എന്തിട്ടാൽ ശ്രദ്ധിക്കപ്പെടും. പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നെഗറ്റീവ് ഇടുമ്പോഴാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ ഈ ചോദ്യം ഇതുപോലെ ചോദ്യം ചോദിക്കാം. ഇപ്പൊ ധ്യാനിന്റെ ഫോട്ടോ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനിന്റെ പടം ഇറങ്ങുന്നു. അപ്പൊ ഇത് ആ രീതിയിലുള്ള ചോദ്യം ചോദിച്ചാൽ അതിന്റെ താഴെ ഇടുന്നത് ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സകല കമന്റ് അതിൽ കൊണ്ടിടും. ഒരുത്തനും അതിനകത്ത് പോയിട്ട് ധ്യാൻ നല്ല നടനാണ്, ധ്യാൻ അങ്ങനെ പറയില്ല. ഞാൻ പറയും ധ്യാൻ നല്ല നടൻ തന്നെയാണ്, ധ്യാൻ എത്രയോ സിനിമകൾ നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും ധ്യാന്റെ സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളത്. എല്ലാം ഒത്തുവരുന്ന സിനിമ വരുമ്പോൾ ഉറപ്പായിട്ടും ധ്യാൻ ഇവിടെ ഹിറ്റുകൾ കൊണ്ടുവരും. എനിക്ക് ഞാൻ ധ്യാനം നല്ല സുഹൃത്തുക്കളാണ്, ഞാൻ ഉറപ്പ് പറയുന്നു ധ്യാൻ ഇവിടെ ഹിറ്റ് കൊണ്ടുവന്നിരിക്കും. അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾ വിചാരിക്കും അയാള് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറകെ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അയാൾക്ക് ഒരു ബുദ്ധിപൂർവ്വമല്ല. അയാൾ ഈ കഥകളൊക്കെ കേട്ടാലും കേട്ടില്ല അയാൾക്ക് അറിയാം ഒരു സിനിമയുടെ ഔട്ട് എന്താന്നുള്ളത്, റിസൾട്ട് എന്താന്നുള്ളത്. ചിലപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും അദ്ദേഹത്തിന്റെ. ഞാൻ ഈ 2 ദിവസം മുന്നേ ചെന്നൈ എയർപോർട്ടിൽ വെച്ചപ്പോൾ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അത് എൻജോയ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇതേ ചോദിച്ചു, നീ തന്നെയാണോ ഈ പോസ്റ്റ് ഒക്കെ ഇടുന്നത്, നിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവാക്കി എടുത്താന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ ധ്യാന്റെ കേട്ട സബ്ജക്ട്, ഞാൻ 2 പ്രൊജക്ടിനെ പറ്റി എന്റെ അടുത്ത് ആ 2 പ്രൊജക്ട് എനിക്ക് പ്രോമിസിംഗ് പ്രോജക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് 2 പ്രൊജക്റ്റും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിരിക്കും. കാരണം ധ്യാനന്റെ ഒരു ആർട്ടിസ്റ്റ്, ഞാൻ പറയുന്നു സർ റൈറ്റർ, ഞാൻ പറയുന്നു എനിക്കൊരു പടം ധ്യാനം വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ്. സീരിയസ്ലി ധ്യാനം വെച്ചൊരു പടം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. കാരണം അയാളെ എനിക്ക് ഇഷ്ടമാണ്, അയാൾ നല്ല നടൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ പോസ്റ്റുകൾ അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞാണ് അതിന്റെ ഉത്തരം. അറ്റൻഷൻ സീക്കേഴ്സ് ആണ് ഈ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നത്. ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ താഴെ എല്ലാം കുറെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് കൈയടി വാങ്ങിക്കുക, അത് അടിപൊളിയായി കളിയുക എന്നുകൊണ്ട് അത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകളാണ്. ഇപ്പൊ ഞാനിത് പറയാന്ന് ചോദിച്ചിട്ട് കുറെ പോസ്റ്റുകൾ തീർച്ചയായിട്ടും. അപ്പൊ അത് ഉറപ്പായിട്ടും അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ കൈയടി കിട്ടും, ടെൻഷൻ കിട്ടുള്ള ചിന്തയാണ്. ഇതൊന്നും സ്റ്റേബിൾ അല്ല, അത്രേ ഉള്ളൂ. ഇവിടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ റീസെന്റ് സൂര്യ സാറ് കൊച്ചിയിൽ വന്നപ്പം നമ്മുടെ ആനന്ദ് ശ്രീബാല ടീം അദ്ദേഹമായിട്ടൊരു സ്റ്റേജ് ഷെയർ ചെയ്ത്, അപ്പൊ അഭിലാഷേട്ടൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ആനന്ദ് ശ്രീബാല കാണുന്നതിന് മുമ്പ് എന്തായാലും കങ്കുവ കണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നലെ സിനിമ ഇറങ്ങി ഗംഭീര പ്രതികരണമാണ് ഇന്ത്യ മൊത്തത്തില്. ഇപ്പൊ എന്താണ് ചേട്ടൻ പറയുന്നത്? ഇല്ല, അത് ആദ്യം ഒരു കാര്യം പറയാം. ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല. ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ പെർസ്പെക്റ്റീവ് അവർ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും. അതാണ് അതിന്റെ ബേസിക് റീസൺ. അപ്പം ഇപ്പം ശിവ സാർ ചെയ്യുന്ന ഒരു സിനിമ ശിവ സാർ പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യും. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവാം. ഇത് കേട്ട സൂര്യ സാർ ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ, ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ. അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല. അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും. ഇപ്പൊ കങ്കുവ 4 മണിക്ക് പോയി കണ്ട ആളെ ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല, എന്താണ് നമ്മുടെ അവിടെ അടുത്ത ദിവസം വരുമല്ലേ അതിന്റെ ഒരു ഇതില്. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ റിവ്യൂസ് വരുമ്പോ ഒക്കെ വളരെ മോശം. പക്ഷെ നമ്മളതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഞങ്ങൾ സൂര്യ സാറിനെ കാണാൻ ഫാനായിട്ട് പോയതാ. ഇത് വെച്ച് ശരി, ഞങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു. ആനന്ദ് ശ്രീബാല ടീമിന് അദ്ദേഹത്തിനൊപ്പം സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു അപർണയും ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത്. മാളിപ്പുറം വിഷ്ണു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു. അതിന്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ലെവൽ സിനിമയായിരിക്കും എന്നായിരുന്നു കരുതിയത്. മേക്കിംഗ് വൈസിലൊന്നും അല്ലെങ്കിൽ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടല്ലോ. എന്തോ എനിക്ക് അറിയില്ല, എല്ലാ ഓഡിയൻസും അത് കണക്ട് ആയിട്ടില്ല. അതാണ് അതിന്റെ ബേസിക് റീസൺ. ഇനി അതിനെ പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് കങ്കുവ ടീംസും സൂര്യ ഫാൻസും വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് പൊങ്കാലയിടാൻ അല്ല, നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ കാണില്ല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു. എല്ലാ സിനിമ എല്ലാവരും കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. നീ ക്യാമറ ഓഫ് ചെയ്യണമെന്ന് കാണണേ. തിയേറ്റർ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇത് വെച്ചിട്ട് നാളെ സ്ക്രീൻസിന്റെ എണ്ണം കൂടുതലാണ്, ഷോസിന്റെ എണ്ണം ഇനി കയറുകയാണ്. അതായത് നമ്മളിപ്പോ കഴിവതും ഇട്ടുന്നതൊക്കെ 2 സ്ക്രീനുണ്ട്, സെക്കൻഡ് സ്ക്രീനിൽ ഇട്ടുകൊണ്ടിരുന്നത് സിനിമകൾ നാളെ തൊട്ട് ഫസ്റ്റ് സ്ക്രീനിലേക്ക് മാറുകയാണ്. അപ്പൊ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ വന്നേക്കുന്ന മീഡിയാസിനോടൊക്കെ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നതാണ് ഓഡിയൻസ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ സിനിമ ഒരു വിജയം തന്നെ ആയിരിക്കും. കാരണം അത്യാവശ്യം മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.